ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യയും പപ്പിമോളും സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് സംസാരിച്ചു. നാളത്തെ ഹോംവർക്കുകളൊക്കെ നീ ചെയ്തോണ്ട് വരണേ സത്യേ എന്ന് പപ്പി സത്യയോട് പറഞ്ഞു. നോട്ടൊക്കെ നീ കംപ്ലീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, സമയം കിട്ടുമോ നോക്കട്ടെ, എന്നിട്ട് പറയാം. പിന്നെ നാളത്തെ ഫംഗ്ഷന്റെ കാര്യം ഓർത്തിട്ടാ എന്റെ ടെൻഷൻ എന്ന് സത്യ പപ്പിയോട് പറയുമ്പോ പെട്ടെന്ന് അവിടുത്തെ പിയൂൺ വന്നിട്ട് പറഞ്ഞു, പത്മിനി മോള് ഇവിടെ നിൽക്കുകയാണോ? മോളെ ടീച്ചർ അന്വേഷിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും പപ്പി ചോദിച്ചു, എന്തിനാ എന്ന് അന്വേഷിച്ചതും അതറിയത്തില്ല, മോളെ കൂട്ടിക്കൊണ്ടു വരാനാ പറഞ്ഞതെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പപ്പി സത്യയോട് പറഞ്ഞു, സത്യയെ ഞാൻ ദാ ഇപ്പൊ വരാട്ടോ എന്ന് പറഞ്ഞത് മറക്കല്ലേ എന്ന് പറഞ്ഞ് സത്യയുടെ കയ്യിൽ നിന്ന് പപ്പി പോകാൻ തുടങ്ങുമ്പോ സത്യ പറഞ്ഞു, നാളത്തെ കാര്യം ഓർത്തിട്ടാ എന്റെ ടെൻഷൻ. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, അതെ, നീ ആദ്യം നോട്ടിന്റെ കാര്യം റെഡിയാക്ക, നാളത്തെ കാര്യം ഞാൻ ഏറ്റു, നീ സമാധാനപ്പെട്, ഞാൻ അയാൾ പോംവഴി ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പപ്പി പ്യൂണിന്റെ കൂടെ സ്റ്റാഫ് റൂമിലേക്ക് പോയി. ഈ സമയം മറ്റെല്ലാ കുട്ടികളും അവിടെ ഓടി നടന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോ സത്യ ആകെ ടെൻഷനിലായി. അല്ല, ആ രമേശ് എന്നോട് ചോദിച്ചപ്പോ എന്റെ അച്ഛന്റെ പേരെന്താണെന്ന് പറയേണ്ടതായിരുന്നു. അച്ഛന്റെ പേരെങ്കിലും മനസ്സിലാക്കി വെച്ചിരുന്നെങ്കിൽ എന്റെ പേരിന്റെ കൂടെ ആ പേര് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല. എനിക്ക് എന്റെ അച്ഛന്റെ പേര് പോലും അറിയത്തില്ലല്ലോ. ഇനിയിപ്പോ എന്താ ഒരു പോംവഴി? നാളെ അച്ഛൻ വരത്തില്ലെങ്കിൽ പോലും എന്റെ അച്ഛന്റെ പേര് പറയാൻ എനിക്ക് കഴിയാതെ പോയാൽ അതിലും വലിയൊരു നാണക്കേട് വേറെ ഇല്ല. ഇനി എങ്ങനെയാ അച്ഛന്റെ പേര് കണ്ടുപിടിക്കുക എന്നാലോചിച്ചപ്പോ പെട്ടെന്ന് സത്യക്ക് ഒരു ഉപായം തോന്നി. എന്തായാലും എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഇവിടെ സ്കൂളിലുള്ളതിനകത്ത് എന്റെ അച്ഛന്റെ പേരുണ്ടാവുമല്ലോ, അപ്പോ അത് തന്നെ നോക്കാം. ഇവിടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, അപ്പോ ആ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എന്റെ അച്ഛന്റെ പേരും കാണും. അത് HMന്റെ റൂമിൽ തന്നെ ഉണ്ടാവും. രജിസ്റ്ററിൽ നോക്കിയാൽ അത് കണ്ടുപിടിക്കാൻ പറ്റും എന്ന് സത്യ ചിന്തിച്ചു. ഉടനെ തന്നെ HMന്റെ റൂം ലക്ഷ്യം വെച്ച് സത്യ അവിടേക്ക് ഓടി വന്നു. ഈ സമയം HMന് ഒരു ഫോൺ കോൾ വന്നതും HM കോൾ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ തന്നെ നോക്കാം സാർ എന്ന് പറഞ്ഞ് HM തന്റെ പേഴ്സ് തുറന്ന് അതിൽ നിന്ന് ഒരു നമ്പർ കയ്യിലെടുത്തു. എന്നിട്ട് ആ തുറന്ന പേഴ്സ് അതേപടി തന്റെ ടേബിളിന് മുകളിലിരിക്കുന്ന ആ ഫയലുകൾക്ക് മുകളിലേക്ക് ആ പേഴ്സ് വെച്ചിട്ട് അലക്ഷ്യമായി വെച്ച് വേഗം ഫോൺ സംസാരിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നു. HM പുറത്തേക്ക് ഇറങ്ങുന്നത് കൃത്യമായി അവിടെ വാതിക്കൽ നിന്ന് നോട്ട് ചെയ്ത സത്യ HM പോയെന്ന് ഉറപ്പായതോടെ അകത്തേക്ക് കയറി. അവിടെ ഇരുന്ന ഫയലുകളെല്ലാം നോക്കിയിട്ട് സത്യ ആലോചിച്ചു, ദൈവമേ, ഇതിൽ നിന്ന് എങ്ങനെയാ ഞാൻ എന്റെ പേര് കണ്ടുപിടിക്കുക എന്നാലോചിച്ച് വേഗം അവിടെ ഇരുന്ന ഫയലുകൾ ഒന്ന് എടുക്കാൻ തുടങ്ങി. ഒരു ഫയൽ കയ്യിലേക്ക് എടുത്തതും ആ ഫയലുകളുടെ എല്ലാം മുകളിലിരുന്ന HMന്റെ പേഴ്സ് അപ്പോഴേക്കും നിലത്തേക്ക് വീണു. പേഴ്സ് വീണതും പേഴ്സിനകത്തുണ്ടായിരുന്ന പണവും കോയിനും എല്ലാം നിലത്തേക്ക് വീണു. ഉടനെ തന്നെ സത്യ ആകെ ടെൻഷനിലായി. അയ്യോ എന്ന് പറഞ്ഞ് സത്യ വേഗം നിലത്ത് വീണ ആ പണവും കോയിനുകളും എല്ലാം പെറുക്കിയെടുത്ത് HMന്റെ പേഴ്സിനകത്തേക്ക് തിരികെ വെക്കണം. അങ്ങനെ അത് തിരികെ വെച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് HM ഫോൺ സംസാരിച്ചതിന് ശേഷം തിരികെ റൂമിലേക്ക് എത്തിയത്. റൂമിലേക്ക് വരുമ്പോ തന്റെ പേഴ്സ് തുറന്ന് പണം എടുക്കുന്നതായിട്ടാണ് HMന് തോന്നിയത്. സത്യസത്യത്തിൽ പണമെല്ലാം അതിനകത്തേക്ക് തിരികെ വെക്കുന്ന നിമിഷമാണ് HM കയറി വന്നത്. പണം മോഷ്ടിക്കാനുള്ള ശ്രമമാണ് സത്യ നടത്തുന്നതെന്ന തെറ്റിദ്ധാരണയിൽ HM ഉടനെ വിളിച്ചു, സത്യഭാമേ, നീ എന്റെ പണം മോഷ്ടിക്കാൻ നോക്കുകയായിരുന്നല്ലേ, കൊള്ളാലോ എന്ന് പറഞ്ഞ് വേഗം അകത്തേക്ക് കയറി വന്ന് സത്യയുടെ കയ്യിൽ നിന്ന് പേഴ്സ് പിടിച്ചു വാങ്ങിച്ചു. ഇത് കണ്ടതും സത്യ പറഞ്ഞു, അയ്യോ മാം, ഞാൻ അതിനല്ല എന്ന് പറഞ്ഞതും പിന്നെ നീ എന്ത് ചെയ്യുകയായിരുന്നു? നീ ഒന്നും പറയണ്ട, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ നീ എന്റെ പേഴ്സിൽ നിന്ന് പണം എടുക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സത്യ പറഞ്ഞു, അയ്യോ മാം, അങ്ങനെയല്ല എന്ന് പറഞ്ഞതും വേണ്ട, ഇനി നീ ഒന്നും പറയണ്ട, ഞാൻ കണ്ടതാ. ഇത് ഇപ്പൊ തന്നെ നിന്റെ വീട്ടുകാരെ ഞാൻ അറിയിക്കുന്നുണ്ട്. അല്ലെങ്കിലും വലിയ വീട്ടിലെ കുട്ടികൾക്കാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഓരോ സ്വഭാവങ്ങൾ. എന്തായാലും ഇത് നിന്റെ വീട്ടിൽ തന്നെ ഇപ്പൊ ഞാൻ റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് വേഗം ഫോൺ എടുത്തു. എന്നിട്ട് അതിലെ ശാലിനിയുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ ശാലിനി മാം അല്ലേ? വേഗം ഇമ്മീഡിയറ്റ് ആയിട്ട് സ്കൂളിലേക്ക് എത്തണം. ഇമ്മീഡിയറ്റ് ആണ് എന്ന് പറഞ്ഞതും അല്പസമയത്തിനുള്ളിൽ ശാലിനി സ്കൂളിലേക്ക് എത്തി. ശാലിനി എന്താ കാര്യം എന്നറിയാനായി HMന്റെ റൂമിലേക്ക് വന്നതും വാതിക്കൽ നിൽക്കുന്ന സത്യയെ കണ്ടു. സത്യ ആകെ വിഷമത്തോടെ പുറത്ത് നിൽക്കുന്നത് കണ്ട് ശാലിനി അരികിലേക്ക് വന്ന് ചോദിച്ചു, മോളെ, എന്താ സത്യയെ, എന്താ പറ്റിയത്? സത്യ ആകെ സങ്കടത്തോടെ തല കുനിച്ചു തന്നു. അപ്പോഴേക്കും HM അവിടേക്ക് എത്തിയത്. മോളെ, നീ കാര്യം പറ, എന്താ എന്ന് ചോദിച്ചപ്പോ സത്യ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ട് ഇത് കണ്ടുവന്ന HM പറഞ്ഞു, കാര്യം എന്താണെന്ന് ഞാൻ പറയാം മേഡം എന്ന് പറഞ്ഞ് HM അരികിലേക്ക് എത്തി. അതെ, സത്യ ഇന്ന് എന്റെ റൂമിൽ കയറി പേഴ്സ് എടുത്ത് അതിലെ പണം മോഷ്ടിക്കാൻ ശ്രമിച്ചു. അതാണ് ഞാൻ സത്യ ഇവിടെ നിർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു. അത് കേട്ടതോടെ ശാലിനി ആകെ ടെൻഷനിലായി. എന്താ സത്യം ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിച്ചപ്പോ ഉടനെ HM പറഞ്ഞു, അല്ല മേഡം, ഇതിപ്പോ സാധാരണ നടക്കാറുള്ള സംഭവമാണ്.
കുട്ടികൾ പലപ്പോ വലിയ വലിയ വീട്ടിലെ കുട്ടികളാണ് സാധാരണ ഇത്തരം പ്രവണതകൾ കാണിക്കാറുള്ളത്. അവര് ചിലപ്പോ വീട്ടിൽ നിന്നും ഇതുപോലെ പണം മോഷ്ടിക്കാറുണ്ട്. അത് സാരമില്ല മാം എന്ന് പറഞ്ഞപ്പോ ശാലിനി വേഗം ദേഷ്യത്തോടെ സത്യയോട് ചോദിച്ചു, എന്താ മോളെ ഞാൻ ഈ കേൾക്കുന്നത്, ഇത് സത്യമാണോ? നീ പണം മോഷ്ടിച്ചോ എന്ന് ശാലിനി ചോദിച്ചു. അപ്പോഴേക്കും സത്യയാകെ വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് എച്ച് പറഞ്ഞു, സാരയില്ല മാം, ഇതിപ്പോ സാധാരണ കണ്ടുവരുന്ന കുട്ടികളുടെ ഒരു മെന്റൽ ഡിസോർഡർ ആണ്. അതിന് ഒരു കൗൺസിലിംഗ് കൊണ്ടൊക്കെ ഇതിന് പരിഹാരം കാണാൻ കഴിയും മേഡം. അത് മറ്റൊന്നും മേഡം ചിന്തിക്കേണ്ടതില്ല എന്ന് പറഞ്ഞതും വേഗം ശാലിനി സത്യയെ വിളിച്ചു. സത്യയെ, നീ സത്യം പറ, എന്തിനാ പണം മോഷ്ടിക്കാൻ ശ്രമിച്ചതെന്ന് ചോദിച്ച് ശാലിനിയോ വീണ്ടും സത്യയോട് ചോദിച്ചു. അപ്പോഴേക്കും സത്യ പറഞ്ഞു, അമ്മയെ ഞാൻ പണം മോഷ്ടിക്കാൻ നോക്കിയതല്ല എന്ന് പറഞ്ഞതും ഉടനെ ശാലിനി ചോദിച്ചു, പിന്നെ പിന്നെ എച്ച് എം കണ്ടെന്ന് പറഞ്ഞതോ? എച്ച് എം എന്താ കള്ളം പറയുകയാണോ എന്ന് ശാലിനി ദേഷ്യത്തോടെ സത്യയോട് ചോദിച്ചു. അപ്പോഴേക്കും സത്യ ഒന്നും മിണ്ടാതെ ആകെ വിഷമത്തോടെ നിൽക്കുമ്പോ ശാലിനി പറഞ്ഞു, മാം, ഞാൻ ഇവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം, സോറി മാം എന്ന് പറഞ്ഞ് ശാലിനി വേഗം സത്യം വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് സ്കൂളിന് പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് കാറിനരികിലേക്ക് എത്തിയതും ശാലിനി ചോദിച്ചു, മോളെ സത്യേ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നീ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ഇപ്പോ അമ്മ ആ എച്ച് എമ്മിന്റെ മുന്നിൽ ആകെ നാണം കെട്ടില്ലേ? എന്താ മോളെ, എന്താ നീ ഇങ്ങനെയൊക്കെ എന്ന് ശാലിനി വീണ്ടും വീണ്ടും സത്യയോട് ചോദിച്ചു. എന്തായാലും ഇതിനുള്ള ഉത്തരം നീ പറയാതെ ഇന്ന് ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞപ്പോ സത്യ പറഞ്ഞു, അമ്മേ, ഞാൻ പണം മോഷ്ടിക്കാൻ പോയതല്ലമ്മേ, ഞാൻ പറഞ്ഞത് സത്യമാണ്. നാളെ സ്കൂളിലെ ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുക, എല്ലാ കുട്ടികളോടും അവരുടെ അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുവരണം എന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. എല്ലാരും അച്ഛനുമായിട്ട് വരണമെന്ന് പറഞ്ഞപ്പോ എന്റെ അച്ഛൻ വരത്തില്ലെന്ന് മാത്രമല്ല, എനിക്ക് എന്റെ അച്ഛന്റെ പേര് പോലും അറിയില്ലല്ലോ. അമ്മയോട് എത്ര തവണ ചോദിച്ചു, അമ്മ പേര് പറഞ്ഞില്ലല്ലോ, ശാരദ അമ്മയും പറഞ്ഞില്ല. അതുകൊണ്ട് എന്റെ അച്ഛന്റെ പേരെന്താന്ന് എന്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഉണ്ടല്ലോ, അത് നോക്കാനായിട്ടാണ് ഞാൻ എച്ച് എമ്മിന്റെ റൂമിൽ പോയത്. രജിസ്റ്ററിനകത്ത് അത് കാണുമെന്ന് ഞാൻ തപ്പിക്കൊണ്ടിരുന്നപ്പോ അതിന് മുകളിലിരുന്ന എച്ച് എമ്മിന്റെ പേഴ്സ് താഴെ വീണു. താഴെ വീണ പേഴ്സ് ഞാൻ തിരികെ എടുത്ത് വെക്കുമ്പോഴാണ് എച്ച് എം വന്ന് കണ്ടത്. അതാ എച്ച് എം അങ്ങനെയൊക്കെ പറഞ്ഞത്, അല്ലാതെ ഞാൻ പണം മോഷ്ടിച്ചതല്ലമ്മേ എന്ന് പറഞ്ഞതും ശാലിനിക്ക് ആകെ സങ്കടമായി. ശാലിനി വേഗം കുഞ്ഞിന്റെ അരികിലേക്ക് ചേർന്നിരുന്നിട്ട് പറഞ്ഞു, മോളെ, അമ്മ അമ്മ നിന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള രീതിയിൽ ശാലിനി സങ്കടത്തോടെ ഇരിക്കുമ്പോ സത്യ പറഞ്ഞു, അമ്മ വിഷമിക്കണ്ട, ഞാൻ അമ്മയോട് പിണങ്ങാനൊന്നുമല്ല. അമ്മ ഇതിന്റെ പേരിൽ എന്നോട് പിണങ്ങുകയും ചെയ്യരുത്. കാരണം എനിക്ക് അച്ഛനില്ലല്ലോ. അച്ഛനില്ലാത്ത സമയത്ത് അമ്മയും എന്നോട് പിണങ്ങിയിരുന്നാൽ എനിക്ക് പിന്നെ ആരാ ഉള്ളത്? എനിക്ക് അമ്മ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സത്യയോട് പറഞ്ഞു, ശാലിനി പറഞ്ഞു, മോളെ, നാളത്തെ പ്രോഗ്രാമിൽ അമ്മ വരാമല്ലോ. എന്റെ മോൾക്ക് അച്ഛന്റെ സ്നേഹം കൂടി അമ്മ തരുന്നില്ലേ? പിന്നെ എന്താ എന്ന് ചോദിച്ചപ്പോ സത്യ പറഞ്ഞു, അമ്മേ, നാളെ ഫാദേഴ്സ് ഡേ അല്ലേ, അച്ഛന്മാരുടെ ദിവസം. അപ്പോ അച്ഛൻ തന്നെ വേണ്ടേ വരാൻ? മദേഴ്സ് ഡേ അല്ലല്ലോ അമ്മേ. മദേഴ്സ് ഡേക്കല്ലേ അമ്മമാരെ കൂട്ടിക്കൊണ്ടു വരിക, അച്ഛന്മാരുടെ ദിവസം അച്ഛന്മാരെയല്ലേ കൂട്ടിക്കൊണ്ടു വരുന്നത് എന്ന് സത്യ ശാലിനിയോട് ചോദിച്ചു. ശാലിനി ആകെ വിഷമത്തോടെ തല കുനിച്ച് അങ്ങനെ ഇരിക്കുകയും മനസ്സിൽ വിഷ്ണുവിനോട് ശാലിനി ഇതിനുള്ള മറുപടി ചോദിച്ചു. വിഷ്ണുവേട്ട, ഞാൻ എന്താ ഇതിനൊക്കെ മറുപടി പറയുക എന്ന് മനസ്സിൽ ശാലിനി സങ്കടത്തോടെ മറുപടി ചോദിക്കുമ്പോൾ ശാലിനിയെ നോക്കി സങ്കടത്തോടെ ഇരിക്കുന്ന അമ്മയുടെ മുഖത്തേക്ക് നോക്കി സത്യ പറഞ്ഞു, അമ്മ വിഷമിക്കേണ്ട, എനിക്ക് സങ്കടമൊന്നും ഇല്ല കേട്ടോ എന്ന് ശാലിനിയെ സമാധാനപ്പെടുത്താൻ സത്യ പറയുമ്പോൾ ശാലിനി മനസ്സിൽ പറഞ്ഞു, എനിക്കറിയാം, എനിക്ക് വിഷമം ഉണ്ടാകാതിരിക്കാൻ എൻ്റെ മോള് സങ്കടമൊന്നും ഇല്ല എന്ന് ഈ അമ്മയോട് പറയുന്നതെന്ന് പറഞ്ഞ് ശാലിനി സത്യയെ തൻ്റെ തോളിലേക്ക് ചേർത്ത് പിടിച്ചു. അങ്ങനെ മകളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ ശാലിനിയും നെഞ്ചു പൊട്ടുന്ന രീതിയിൽ സങ്കടത്തോടെ കണ്ണു നിറഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ സത്യമോളുടെ ആ സ്കൂളിൽ സത്യമോൾ അനുഭവിക്കുന്ന വേദന തിരിച്ചറിഞ്ഞ അമ്മ ഇനി എന്ത് ചെയ്യുന്നുള്ള സങ്കടത്തിൽ നാളത്തെ ദിവസം താൻ എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് സങ്കടത്തോടെ ശാലിനിയിരുന്നു. പിന്നീട് കാണുന്നത് രാത്രിയിൽ വല്ലാത്ത ആലോചനയിലാണ് വിഷ്ണു. ബാൽക്കണിയിൽ നിന്ന് വിഷ്ണു തന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചു. ഇനിയും മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്കും മറ്റുള്ളവരുടെ പരിഹാസത്തിനുമൊക്കെ ഒരു പാത്രമായി ഇങ്ങനെ ജീവിക്കണോ? എല്ലാവരും ഓരോ ചോദ്യങ്ങളുമായിട്ട് അതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായി തന്റെ പിന്നാലെ എത്തുകയാണ്. എല്ലാവരുടെയും സമാധാനത്തിനും അവരുടെ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരങ്ങളും നൽകി എന്നാണ് ഇനി നല്ലൊരു ജീവിതം ഉണ്ടാവുക? എല്ലാം പറഞ്ഞവസാനിപ്പിച്ചും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചിട്ട് ഒരു സമാധാനത്തോടെയുള്ള ഒരു ജീവിതം ഇനി ഉണ്ടാകുമോ? എത്രയോ ആളുകൾ എന്നെ പോലെ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ടാവും. അവരിൽ ഒരാളായി ഞാനും ഈ ജീവിതം ഇങ്ങനെ അങ്ങ്
ജീവിച്ച് തീർക്കാം, അല്ലാതെ എന്ത് ചെയ്യാൻ എന്ന് വിഷ്ണു ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോൾ പപ്പിമോള് അവിടേക്ക് എത്തി. വിഷ്ണു വെച്ചാ എന്ന് വിളിച്ചതും വിഷ്ണു വേഗം സത്യെന്ന് പപ്പിമോളെ നോക്കി പുഞ്ചിരിച്ചു. ഉടനെ പപ്പിമോൾ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, വിഷ്ണുവച്ചൻ ആരെക്കുറിച്ച് ആലോചിച്ചത്? ഞാൻ പറയട്ടെ ആരെക്കുറിച്ച് ആലോചിച്ചെന്ന് എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, ഒന്നുമില്ലടി, ഒന്നും ഞാൻ ആലോചിച്ചില്ല എന്ന് പറഞ്ഞപ്പോ വീണ്ടും പപ്പി പറഞ്ഞു, വിഷ്ണുവച്ചൻ കള്ളം പറയണ്ട, എനിക്കറിയാം, ചേച്ചിയമ്മയെ കുറിച്ചല്ലേ വിഷ്ണുവച്ചൻ ആലോചിച്ചത് എന്ന് ചോദിച്ചു. അല്ലടി എന്ന് വിഷ്ണു പറഞ്ഞതും ഉടനെ പപ്പി പറഞ്ഞു, എന്നാലേ ഞാൻ വിഷ്ണുവച്ചനൊരു കാര്യം ചോദിക്കാനാ വന്നത്, സത്യയെക്കുറിച്ചാ എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു ചോദിച്ചു, സത്യയെക്കുറിച്ചോ? എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ പപ്പി പറഞ്ഞു, അതെ, സത്യക്ക് ഒരു സങ്കടം ഉണ്ടായാ അത് വിഷ്ണുവച്ചൻ പരിഹരിക്കുവോ എന്ന് ചോദിച്ചതും ഉടനെ പപ്പിയുടെ ചോദ്യം കേട്ട് വിഷ്ണു ചോദിച്ചു, സത്യമോൾക്ക് ഇപ്പൊ എന്താ സങ്കടം, നീ കാര്യം പറ എന്ന് പറഞ്ഞപ്പോ പപ്പി പറഞ്ഞു, അതെ, ഒരു കാര്യമുണ്ട്, നാളെ സ്കൂളില് ഫാദേഴ്സ് ഡേ ആഘോഷിക്കുക. അപ്പോ ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് എല്ലാരും അവരുടെ അച്ഛനെയും വിളിച്ചുകൊണ്ട് വരണമെന്നാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. പാവം സത്യക്ക് അച്ഛനില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു ആകെ വിഷമത്തോടെ പപ്പിയെ നോക്കി. അപ്പോഴേക്കും സത്യക്ക് അതുകൊണ്ട് വല്ലാത്ത സങ്കടമാ, സത്യയുടെ അച്ഛൻ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരില്ലല്ലോ എന്നോർത്ത് എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു പറഞ്ഞു, എന്ത് ചെയ്യാനാ, പാവം സത്യമോളുടെ സങ്കടത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വിഷ്ണു ചോദിച്ചതും പപ്പി പറഞ്ഞു, എന്നാ അതിലൊരു കാര്യമുണ്ട്, വിഷ്ണുവച്ചൻ വിചാരിച്ചാൽ സത്യമോളുടെ സങ്കടം ഇല്ലാതാക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു ചോദിച്ചു, എന്താ കാര്യം എന്ന് അന്വേഷിച്ചതും അതെ, ഞാനൊരു ഐഡിയ പറയട്ടെ എന്ന് പപ്പി അന്വേഷിച്ചു. അത് കേട്ടതും വിഷ്ണു പറഞ്ഞു, നിന്റെ ഐഡിയ അല്ലേ, എന്തെങ്കിലും കുഴപ്പം പിടിച്ചതായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഉടനെ പപ്പി ചോദിച്ചു, അതെ, വിഷ്ണുവച്ചന് സത്യയുടെ അച്ഛനായിട്ട് നാളെ സ്കൂളിൽ വരത്തില്ലേ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, അയ്യോ, അത് ശരിയാവില്ലല്ലോ മോളെ എന്ന് പറയുമ്പോ സത്യഭാമ കൃത്യം അവിടെ മുകളിലേക്ക് എത്തിയത്. ഈ സമയത്ത് സത്യഭാമ അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പപ്പി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്, നാളെ സത്യയുടെ അച്ഛനായിട്ട് വിഷ്ണുവച്ചന് വന്നൂടെ എന്ന് ചോദിച്ചത്. വിഷ്ണു അത് കേട്ടതും ആകെ ഞെട്ടോടെ നിന്നതും വിഷ്ണു ചോദിച്ചു, അല്ല മോളെ, അത് പ്രശ്നമാവുകയല്ലേ എന്ന് പപ്പിയോട് വിഷ്ണു അന്വേഷിച്ചതും പപ്പി പറഞ്ഞു, ഇല്ല വിഷ്ണുവച്ചന് നാളെ ഒന്ന് വന്നാ പോരെ, നമ്മുടെ സത്യയുടെ സങ്കടം മാറ്റാനല്ലേ എന്ന് ചോദിച്ചപ്പോ അത് കുഴപ്പമാവൂടെ എന്ന് വീണ്ടും വിഷ്ണു പറഞ്ഞു. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, ഇല്ല വിഷ്ണുവച്ച, ഒരു കുഴപ്പവും ഇല്ല, പാവല്ലേ സത്യ എന്നിങ്ങനെ ചോദിച്ചതും സത്യഭാമ പെട്ടെന്ന് ആലോചിച്ചു, അത് ശരി, അപ്പോ അച്ഛനില്ലാത്ത ആ കൊച്ചിന് അച്ഛനായി കൂട്ടിക്കൊണ്ടു പോകാനാണ് ശ്രമം, അല്ല എങ്ങോട്ട് കൊണ്ടുപോകാനാണ് എന്ന് സത്യഭാമ ആലോചിച്ചു. അപ്പോഴേക്കും പപ്പി പറഞ്ഞു, വിഷ്ണുവച്ച, സത്യക്ക് വിഷ്ണുവച്ചൻ അങ്ങനെ വരുവാണെങ്കിൽ ഒത്തിരി സന്തോഷമാകും, ഞാനാണെങ്കിൽ സത്യക്ക് വാക്കു കൊടുത്തു എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്താമെന്ന്, അപ്പോ വിഷ്ണുവച്ചൻ ഞാൻ പറഞ്ഞാലും വിഷ്ണുവച്ചൻ ചെയ്യുകയല്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അത് പിന്നെ മോളെ എന്ന് പറഞ്ഞതും ഇനിയൊന്നും പറയണ്ട, ഞാനേ സത്യയോട് പറയാൻ പോവാ വിഷ്ണുവച്ചൻ വരുമെന്ന് എന്ന് പറഞ്ഞ് സത്യ ഓടിപ്പോകാൻ തുടങ്ങുമ്പോഴേക്കും പപ്പി എന്ന് വിഷ്ണു വിളിച്ചു. അപ്പോഴേക്കും പിന്തിരിഞ്ഞു നോക്കിയിട്ട് പപ്പി പറഞ്ഞു, ഇനി ഒന്നും പറയണ്ട വിഷ്ണുവച്ച, ഞാൻ ഫിക്സ് ചെയ്തു, ഞാൻ ഇപ്പൊ തന്നെ സത്യയോട് പറയാൻ പോവാ, നാളെ വിഷ്ണുവച്ചൻ വരും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് പപ്പി തുള്ളിച്ചാടി അവിടെ നിന്ന് പോയി. ഈ സമയം സത്യഭാമ ആലോചിച്ചു, അത് ശരി, അച്ഛനില്ലാത്ത ആ കൊച്ചിന്റെ അച്ഛന്റെ വേഷം കെട്ടി പോകാനാണ് എന്റെ മകൻ വിഷ്ണുവിന്റെ തീരുമാനം. എന്നാലേ ഈ സത്യഭാമ ഒരു തീരുമാനം എടുത്തു, ഈ സത്യഭാമ ജീവനോടെ ഉണ്ടെങ്കിൽ എന്റെ മകൻ ആരാന്റെ കൊച്ചിന്റെ അച്ഛനാകാൻ അങ്ങോട്ട് പോവില്ല തീർച്ച എന്ന് സത്യഭാമ മനസ്സിൽ ഉറപ്പിച്ച് നേരെ താഴേക്ക് പോകുന്നു. പിന്നീട് പിറ്റേന്ന് രാവിലെ വിഷ്ണു സിറ്റൗട്ടിൽ വന്ന് വലിയ ആലോചനയിൽ മുഴുകുന്നു. ഈ സമയത്ത് അവിടേക്ക് രാഘവൻ നായരെയും പിടിച്ചുകൊണ്ട് പിള്ളാച്ചൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. വിഷ്ണു വലിയ ആലോചനയിൽ നിൽക്കുന്നത് കണ്ട് രാഘവൻ നായർ ചോദിച്ചു, എടാ വിഷ്ണു, ഇന്ന് നിന്നെ ഈ പുറത്തെങ്ങാനും പോകുന്നുണ്ടോ, എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചു. വിഷ്ണു അപ്പോഴേക്കും അത് പിന്നെ എന്താ വിശേഷിച്ച് എന്ന് ചോദിക്കുമ്പോ പപ്പിമോളുമായിട്ട് രോഹിത്തും പുറത്തേക്ക് വന്നു. ഉടനെ രാഘവൻ നായർ പറഞ്ഞു, എടാ മോനെ, എനിക്ക് കുറച്ച് മരുന്നുകൾ വാങ്ങിക്കാനുണ്ട്, അത് നീ പോയി മേടിച്ചോണ്ട് വരുമല്ലോ എന്നോർത്താ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ പപ്പിയും കൂട്ടി രോഹിത്തും ശ്യാമയും പുറത്തേക്ക് വന്നത്. ഉടനെ ഇത് കേട്ട രോഹിത്ത് പറഞ്ഞു, അച്ഛാ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരാം, ഞാൻ പുറത്തു പോകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ രാഘവൻ നായർ പറഞ്ഞു, അത് വേണ്ടടാ, നിനക്ക് പപ്പിമോളുടെ സ്കൂളിൽ പോകണ്ടേ, ഇന്ന് ഫാദേഴ്സ് ഡേ അല്ലേ, അപ്പോ നീ പപ്പിമോളെ കൊണ്ട് അങ്ങ് പോക്കോ, നിനക്ക് സമയം കാണില്ല, വിഷ്ണു അവൻ പോയി മേടിച്ചോളും, അവന് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ സത്യഭാമ വേഗം പുറത്തേക്ക് ഇറങ്ങി വന്നു. ഈ സമയത്ത് രോഹിത്തിന്റെ കൂടെ പോകാൻ ഇറങ്ങി വന്ന പപ്പിയെ നോക്കി ശ്യാമ പറഞ്ഞു, അതെ, അച്ഛനും മോളും പോയി ഇന്ന് കോമ്പറ്റീഷനിലൊക്കെ പങ്കെടുത്ത്
പ്രൈസും വാങ്ങിച്ചു വരണം കേട്ടോ എന്ന് ശ്യാമ പറഞ്ഞു. അത് കേട്ടപ്പോഴേക്കും രാഘവൻ നായർ ചോദിച്ചു, ആഹാ, ഇന്ന് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ശ്യാമ പറഞ്ഞു, ഉണ്ടെന്ന് ആച്ചാ പറഞ്ഞത്. ഇന്നത്തെ ഓരോ പരിപാടികളെ എന്ന് രാഘവൻ നായർ അങ്ങനെ പറയുമ്പോ സത്യഭാമ പറഞ്ഞു, ഓ പിന്നെ ഇത് വെറുതെ ടീച്ചർമാർക്ക് ആ ഒരു ദിവസം അവർക്ക് പഠിപ്പിക്കണ്ടല്ലോ, അവർക്ക് രക്ഷപ്പെട്ട് നടക്കാലോ, അതിനുവേണ്ടി അവര് കാണിക്കുന്ന ഒരു കോപ്രായങ്ങൾ, അല്ലാതെന്താ, ഓ ഒരു ഫാദേഴ്സ് ഡേ ഒക്കെ, വേറെ പണിയൊന്നുമില്ല എന്ന് സത്യഭാമ പറയുമ്പോ രാഘവൻ നായർ പറഞ്ഞു, ഭാമേ, ഇന്നത്തെ കാലത്ത് പഠനം മാത്രമല്ല, കുട്ടികളുടെ മാനസികോല്ലാസത്തിന് വേണ്ടി ഇതുപോലെയുള്ള ഫംഗ്ഷനുകളും പ്രോഗ്രാമുകളും സ്കൂളിൽ ടീച്ചേഴ്സ് സംഘടിപ്പിക്കുന്നത്. അതിന് കുട്ടികൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയാണ്. അവരുടെ സന്തോഷം നിറഞ്ഞ ഒരു ബാല്യം ഉണ്ടായാൽ മാത്രമേ മുതിർന്നു വരുന്ന തലമുറയ്ക്ക് നമ്മുടെ ഈ നാടിന് വേണ്ടുന്ന രീതിയിലുള്ള, നാടിന്റെ ഉന്നതിയിലേക്ക് നയിക്കുന്നത് പോലെയുള്ള പൗരന്മാരെ വാർത്തെടുക്കാൻ കഴിയൂ. അല്ല, ഞാനിതൊക്കെ ആരോടാ പറയുന്നത്? സ്കൂളിൽ പോകുന്നത് വെറുതെ മരം ചാടി കളിക്കാനാണോ എന്ന് ചോദിക്കുന്ന ആളുകളോടാണോ എന്ന് പറഞ്ഞപ്പോ ഉടനെ സത്യഭാമ ആ ചെയറിലേക്ക് നിന്നിട്ട് പറഞ്ഞു, അതെ, അങ്ങനെ കൊച്ചാക്കുകയൊന്നും വേണ്ട. ഞാനും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട്. അതെ, അത്ര വലിയ പഠിത്തക്കാരി അല്ലെങ്കിലും അത്യാവശ്യം പഠിത്തമൊക്കെ ഞാനും നടത്തിയിട്ടുണ്ട്. വലിയ ഡിഗ്രികളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രം. അന്നൊന്നും ഇതുപോലെയുള്ള കോപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അതാ ഞാൻ പറഞ്ഞത് എന്ന് സത്യഭാമ പറഞ്ഞു. അപ്പോഴേക്കും പപ്പി വേഗം വിഷ്ണുവിനെ തോണ്ടി. എന്നിട്ട് പപ്പി തന്റെ തള്ളവിരൽ ഉയർത്തി നോക്കി, ഓക്കെ അല്ലേ എന്ന് ചോദിച്ചതും വിഷ്ണു ഓക്കെ കാണിച്ചിട്ട് ഒന്നും മിണ്ടണ്ടായെന്ന് ആംഗ്യം കാട്ടി. അപ്പോഴേക്കും രോഹിത് അവിടെ ഒന്ന് ചോദിച്ചു, അല്ല വിഷ്ണു ബ്രോ ഇന്ന് സ്കൂളിലേക്ക് വരുന്നുണ്ടെന്നാണല്ലോ പപ്പിമോള് പറഞ്ഞത് എന്ന് ചോദിച്ചതും സത്യഭാമ ആകെ അതിശയത്തോടെ വിഷ്ണുവിനെ നോക്കി. അതെന്താ വിഷ്ണു, നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? അതിന് നിന്റെ മക്കളാരും സ്കൂളിൽ പഠിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു, അത് പിന്നെ പപ്പിമോളുടെയും രോഹിത്തിന്റെയും പ്രോഗ്രാം കാണാൻ വേണ്ടി ഞാൻ ചെല്ലാവെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ സത്യഭാമ ചോദിച്ചു, അല്ലാതെ അച്ഛനില്ലാത്ത കൊച്ചിന്റെ അച്ഛനാകാനായിട്ടൊന്നും അല്ല നീ പോകുന്നത് അല്ലേ എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണു പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയുന്നത്? വാക്കുകൾ അല്പം മര്യാദയോടുകൂടി അമ്മയ്ക്ക് സംസാരിക്കാം. സത്യമോള് നമുക്ക് അന്യൊന്നും അല്ലല്ലോ, പപ്പിമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ എന്ന് വിഷ്ണു ചോദിച്ചപ്പോ സത്യഭാമ പറഞ്ഞു, അതെ, പപ്പിമോളുടെ ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രമല്ല, ശാലിനിക്ക് ആരിലോ ജനിച്ച കുട്ടി ആയതുകൊണ്ടല്ലേ നീ ഇത്ര വലിയ താല്പര്യം കാണിക്കുന്നത്? നിനക്ക് നാണമില്ലേടാ വല്ലോന്റെയും കൊച്ചിന്റെ തന്തയാകാനായിട്ട് സ്കൂളിലേക്ക് പോകുന്നത് എന്ന് വിഷ്ണുവിനെ കളിയാക്കും വിധത്തിൽ സത്യഭാമ ചോദിച്ചു. വിഷ്ണു, എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്റെ മകൻ അവള് എവിടുന്നോ കൊണ്ടുവന്ന ഒരു കൊച്ചിന്റെ അച്ഛനാകാൻ വേഷം കെട്ടാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഘവൻ നായർ പറഞ്ഞു, എന്റെ ഭാമയെ, ഒരു കൊച്ചിന്റെ മനസ്സിന്റെ സന്തോഷത്തിന് വേണ്ടിയല്ലേ, അത് നീ തടസ്സം നിന്നാലേ ദൈവകോപം ഉണ്ടാവും, മറക്കണ്ട എന്ന് രാഘവൻ നായർ പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു, ആഹാ അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ആ കോപം എനിക്കിരുന്നോട്ടെ. പക്ഷെ എന്നാലും എന്റെ മകൻ ആർക്കോ ജനിച്ച കൊച്ചിന്റെ അച്ഛനാകാനൊന്നും ഞാൻ എങ്ങോട്ടും പറഞ്ഞയക്കില്ല എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട പപ്പി വിഷ്ണുവച്ച എന്ന് വിളിച്ചു. ഉടനെ വിഷ്ണു പറഞ്ഞു, അമ്മേ, ഞാൻ പപ്പിമോൾക്ക് വാക്കു കൊടുത്തതാ, ഞാൻ പോയിരിക്കും എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം റെഡിയാകാനായി അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് രോഹിത്തും പപ്പിയും അവിടെ നിൽക്കുന്നത് കണ്ട് ഉടനെ സത്യഭാമ പറഞ്ഞു, എന്റെ അനുവാദമില്ലാതെ അവൻ ഇവിടെ നിന്ന് പോകുന്നോന്ന് എനിക്കൊന്ന് കാണണമെന്ന് സത്യഭാമ രാഘവൻ നായരെ നോക്കിയിട്ട് പറഞ്ഞു. എന്നിട്ട് രോഹിത്തിനെ നോക്കി പറഞ്ഞു, എടാ രോഹിത്തെ, നീ വേഗം പപ്പിമോളെയും കൂട്ടി സ്കൂളിലേക്ക് പോകാൻ നോക്ക്, വിഷ്ണു വരുന്നില്ല, ഇത് എന്റെ തീരുമാനമാ എന്ന് പറഞ്ഞു. രോഹിത്ത് പോകാനായിട്ട് മടി കാട്ടി വിഷ്ണു വരുന്നുണ്ടോ എന്ന് പിന്തിരിഞ്ഞ് നോക്കുന്നത് കണ്ട് സത്യഭാമ പറഞ്ഞു, അതെ, നീ കേട്ടില്ലേ രോഹിത്തെ ഞാൻ പറഞ്ഞത്, വേഗം നീ പപ്പിയും കൂട്ടി പോകാൻ നോക്ക് എന്ന് പറഞ്ഞു. ഉടനെ വിഷ്ണു പപ്പിയെ നോക്കിയിട്ട് പറഞ്ഞു, പപ്പി വേഗം വാ, നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോ അച്ഛാ വിഷ്ണു അച്ഛൻ എന്ന് പപ്പി ചോദിച്ചതും പെട്ടെന്ന് സത്യഭാമ ദേഷ്യപ്പെട്ടു. നീ വേഗം അച്ഛൻ്റെ കൂടെ സ്കൂളിൽ പോകാൻ നോക്കിയോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടതും രോഹിത്ത് പപ്പിയെ വിളിച്ചുകൊണ്ട് വേഗം കാറിനരികിലേക്ക് പോന്നു. പപ്പിയെ കാറിൽ കയറ്റി രോഹിത്ത് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും വിഷ്ണു റെഡിയാകാനായി മുകളിലേക്ക് പോയത് കണ്ട് സത്യഭാമ രോഹിത്തിനെ നോക്കിയിട്ട് രാഘവൻ നായരെ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഇന്ന് അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോവില്ല, ആരാന്റെ കൊച്ചിന്റെ അച്ഛനാകാൻ അവനെ ഞാൻ പറഞ്ഞയക്കേയില്ല എന്ന് പറഞ്ഞ് സത്യഭാമ മുകളിലേക്ക് പോകുമ്പോ അതെല്ലാം കേട്ട് മനസ്സ് തകർന്ന് നിൽക്കുകയാണ് ശ്യാമ. മുകളില് വിഷ്ണുവിന്റെ റൂമിനരികിലേക്ക് സത്യഭാമ എത്തുമ്പോഴേക്കും വിഷ്ണു പോകാൻ ഷർട്ടൊക്കെ മാറി റെഡിയാകുന്നത് കണ്ടു. ഉടനെ സത്യഭാമ അകത്തേക്ക് കയറി വന്നു. വിഷ്ണു, അപ്പോ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലേ? എന്റെ വാക്ക് ധിഖരിക്കാനാണോ നിന്റെ തീരുമാനം എന്ന് ചോദിച്ചതും വിഷ്ണു പറഞ്ഞു, അമ്മേ, ഞാൻ പപ്പിമോൾക്ക് വാക്ക് കൊടുത്തു, അതുകൊണ്ട് എനിക്ക് പോണം എന്ന് പറഞ്ഞത്. ഉടനെ സത്യഭാമ പറഞ്ഞു, എടാ, നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, വല്ല കുട്ടികളുടെ അച്ഛനാകാനായിട്ട് നീ എന്തിനാ വെറുതെ വേഷം കെട്ടി പോകുന്നത്? അതിന് ഈ സത്യഭാമ സമ്മതിക്കില്ല
എന്റെ മകനെ അങ്ങനെ പോകാൻ ഞാൻ അനുവദിക്കുകയില്ല. അതിന് എന്ത് ചെയ്യാനും ഞാൻ മടിക്കില്ല എന്ന് സത്യഭാമ വിഷ്ണുവിനോട് പറയുമ്പോ വിഷ്ണു തന്റെ മുടിയൊക്കെ ചീകിമിനുക്കി വളരെ ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കി. സത്യഭാമ അങ്ങനെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നത് വിഷ്ണുവിന്റെ വാതിൽ പുറത്തു നിന്ന് ലോക്ക് ചെയ്യുന്നു. അത് കണ്ടതോടെ വിഷ്ണു കാര്യം പന്തികേടാണെന്ന് മനസ്സിലാക്കി. വേഗം തന്നെ വിഷ്ണു ആ ചീപ്പ് വലിച്ചെറിഞ്ഞിട്ട് അമ്മേ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് വേഗം പുറത്തേക്ക് ഇറങ്ങി. സത്യഭാമ വാതിൽ ലോക്ക് ചെയ്തിട്ട് കീ കയ്യിൽ പിടിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോ വിഷ്ണു വാതിൽ തട്ടിയിട്ട് പറഞ്ഞു, അമ്മേ വാതിൽ തുറക്കമ്മേ, അമ്മേ വാതിൽ തുറക്കാനാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് വിഷ്ണു ദേഷ്യപ്പെടുന്നു. വിഷ്ണുവിനെ പുറത്തു പോകാൻ അനുവദിക്കില്ല എന്ന ഉറപ്പിൽ അങ്ങനെ അഹങ്കരിച്ചുകൊണ്ട് സത്യഭാമ ആ ലോക്കും കയ്യിൽ പിടിച്ച് അങ്ങനെ നിന്നു. പിന്നീട് ശാലിനിയും വിഷ്ണുവും ആരെങ്കിലും ഒരാൾ പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി തന്റെ ഒപ്പം എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ സ്കൂളിൽ വന്നു നിൽക്കുന്ന സത്യയുടെ അരികിലേക്ക് പപ്പിയും രോഹിത്തും വന്നെത്തി. രോഹിത്തും പപ്പിയും കൂടി അവിടേക്ക് വന്നതും ആകെ വിഷമത്തോടെ നിൽക്കുന്ന സത്യയെ കണ്ട് അരികിലേക്ക് എത്തി പപ്പി ചോദിച്ചു, എന്താ സത്യ, എന്താ വിഷമിച്ച് നിൽക്കുന്നത്? അപ്പോഴേക്കും സത്യ പറഞ്ഞു, പപ്പി നിന്റെ കൂടെ അച്ഛൻ വന്നല്ലോ, എന്റെ അച്ഛനാണെങ്കിൽ ഇവിടെ ഇല്ല, അമ്മ വരാന്ന് പറഞ്ഞു, അമ്മ അവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പോ ആരും എന്റെ അടുത്തില്ല, എന്റെ അടുത്തോ അച്ഛനോ അമ്മയോ ആരുമില്ല, പ്രോഗ്രാം നടക്കുമ്പോ അമ്മയെങ്കിലും വന്നിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് സത്യ ആകെ സങ്കടപ്പെട്ടു നിന്നു. ഈ സമയത്ത് സത്യഭാമ വിഷ്ണുവിനെ പുറത്തിറക്കില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചങ്ങനെ നിൽക്കുമ്പോൾ വിഷ്ണുവിനെ കാണുവാനായി അപ്രതീക്ഷിതമായി വീട്ടിലേക്ക് കമലിനെത്തി. സത്യഭാമയുടെ അരികിലേക്ക് ചോദിച്ചു, സത്യാമ്മേ ആശാനില്ലേ എന്ന് അന്വേഷിച്ചതും സത്യഭാമ വളരെ ഗൗരവത്തോടെ കമലിനെ നോക്കി വല്ലാത്ത ദേഷ്യത്തിലുള്ള നോട്ടം കണ്ടതും അടുത്തിരുന്ന രാഘവൻ നായർ കൈ ഉയർത്തി ആംഗ്യം കാട്ടി വിഷ്ണു മുകളിലുണ്ടെന്ന് കാട്ടുന്നു. അതോടെ എന്തോ പന്തികേടെന്ന് മനസ്സിലാക്കിയ കമലൻ എന്നാ ശരി ഞാൻ പോവാ സത്യാമ്മ എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങി. അപ്പുറത്തെ വാതിലൂടെ വിഷ്ണു പിന്നാമ്പുറത്ത് വന്നു. എന്നിട്ട് വിഷ്ണുവിനെ കമലൻ ഫോൺ ചെയ്തു. വിഷ്ണു അപ്പോഴേക്കും റൂമിൽ നിന്ന് കോൾ അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞു, എടാ കമല, ഞാൻ പപ്പിമോൾക്ക് വാക്ക് കൊടുത്താ ഇന്ന് സത്യയോടൊപ്പം അവിടെ ഫാദേഴ്സ് ഡേക്ക് ഞാൻ ചെല്ലുവെന്ന്, അതുകൊണ്ട് എനിക്ക് എന്തായാലും സ്കൂളിൽ എത്തിയേ പറ്റൂ, ഇപ്പൊ തന്നെ വൈകി എനിക്ക് അവിടെ എത്തണം കമല, നീ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞതും തന്റെ ആശാന്റെ ആഗ്രഹമായതുകൊണ്ട് ഏത് വിധേനെ അത് സാധിച്ചു കൊടുക്കുമെന്നുള്ള ഒരേ ഒരു തീരുമാനത്തിൽ ഉറച്ച് കമലൻ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുന്നു.